ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ കൊങ്കണി കമ്മ്യൂണിറ്റി നാളെ ആവണിയാവട്ടം ആഘോഷിക്കാൻ പോവാണ്. ആവണിയാവട്ടം പോലത്തെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഇവരുണ്ടാക്കുന്ന ചില വേറിട്ട തരം ഡിഷസ് ഉണ്ട്, എ കോമ്പിനേഷൻ ഓഫ് ഫുഡ് ഐറ്റംസ്. ഇങ്ങനത്തെ കുറച്ച് ഡിഷസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് എന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യമേ ഉണ്ടാക്കാൻ പോകുന്ന ചേന കൊണ്ടുള്ളൊരു മുളക് കറിയാണ്. അതിനായിട്ട് ചേന ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഉപ്പ് പുരട്ടി വെക്കുക. എന്നിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയെടുക്കുക. ഇതിപ്പോൾ ചേനയ്ക്ക് പകരം ഉരുളക്കിഴങ്ങ്, കൂർക്ക, ചുണ്ടങ്ങി അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ ചേന കട്ട് ചെയ്യുക. ഇത് നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ഡ്രെയിൻ ചെയ്ത് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഇനിയിപ്പോൾ താളിക്കാനായിട്ട് ഇതുപോലൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം അതിലേക്ക് കടുക്, ജീരകം, കറിവേപ്പില എന്നിവ ഇടുക. അതിലേക്ക് ഇത് അത്യാവശ്യം മുളക് പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോ ഹീറ്റിലൊന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ വറ്റൽ മുളക് വറുത്ത് അരച്ചുണ്ടാക്കിയ മുളക് പൊടിയാണെങ്കിൽ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും. നേരത്തെ ഇത് വറുത്ത് മാറ്റി വെച്ച ചേന നമ്മളിപ്പോൾ ആഡ് ചെയ്യാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞങ്ങൾ കുറച്ച് മുന്നേ വാളൻപുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. കൂട്ടത്തിൽ ആ പുളിയും ഒന്ന് ഇതിനകത്തേക്ക് പിഴിയുക. കുറച്ച് കായം കൂടെ ആഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നേരം ഇതൊന്ന് വേവിക്കണം. ആ ഉപ്പും മുളകും പുളിയും ഒക്കെ ചേനയിലൊന്ന് സെറ്റ് ആവാനായിട്ടാണത്. ഇനിയിപ്പോൾ എരിവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ശർക്കര പാനി ആഡ് ചെയ്യാവുന്നതാണ്. ഉപ്പും ആവശ്യത്തിനുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. എന്തായാലും നമ്മുടെ ഈ ഡിഷ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ഡിഷിലേക്ക് പോകാം. കൊങ്കണീസ് വിശേഷ ദിവസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഹിട്ടു എന്നറിയപ്പെടുന്ന കുമ്പിളപ്പം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യമേ പ്ലാവിലയിൽ ഈർക്കിലി കുത്തി നമുക്ക് കുറച്ച് ചെറിയ കൊട്ടകൾ ഉണ്ടാക്കണം. നമുക്ക് നോക്കാം ഈ പ്രൊസീജിയർ എങ്ങനെയാണെന്ന്. അങ്ങനെ പ്ലാവില കൊണ്ടുള്ള കുറച്ച് കൊട്ടകൾ നമ്മളിത് ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു തണ്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണത്. ഇതേ തലേ ദിവസം അരച്ച് വെച്ച ഇഡ്ഡലി മാവ് ഇതിലേക്ക് ലോഡ് ചെയ്യാണ്. ഈ ഇഡ്ഡലി മാവിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതിന് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് നമ്മൾ സ്റ്റീം ചെയ്യാൻ പോവുകയാണ്. ഇഡ്ഡലിയൊക്കെ പൊങ്ങി വരുന്ന പോലെ ഇതും പൊങ്ങി വരും. അതുകൊണ്ട് കൊട്ട ഫുള്ള് ഫില്ല് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ അരമണിക്കൂർ ഇഡ്ഡലി ചെമ്പിൽ ഒരു മീഡിയം ഹീറ്റിൽ വെച്ചതിന് ശേഷം നമ്മളിത് ഇപ്പോൾ തുറക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, നമ്മുടെ കുമ്പിളപ്പം ഇപ്പോൾ റെഡിയാണ്. കണ്ടോ, ഇഡ്ഡലി പോലെ അത് പൊങ്ങി വന്നത്. അതാണ് മുകളിൽ സ്പേസ് വിടണം എന്ന് പറയുന്നത്. പിന്നെ ഇഡ്ഡലി ചെമ്പിൽ എത്ര സ്പേസ് ബാക്കിയുണ്ട് എന്നതനുസരിച്ച് നമുക്ക് ഏത് ഷേപ്പിലായാലും ഈ പ്ലാവിലക്കൊട്ട ഉണ്ടാക്കാം. ഇനിയിപ്പോൾ പ്ലാവില കൊണ്ട് കൊട്ടയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലാസ്സിൽ പ്ലാവില എടുത്ത് അതിൽ മാവ് ലോഡ് ചെയ്താൽ മതിയാവും. ഈ പ്ലാവിലയ്ക്ക് ഒരുപാട് മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെ ഡിഷ്, അതിനെ കൊങ്കണിയിൽ കേളയാമ്പേട്ട് എന്ന് പറയും. അത് നേന്ത്രക്കായ കൊണ്ടുണ്ടാക്കുന്ന സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇതുണ്ടാക്കാനായിട്ട് അധികം പഴുക്കാത്ത നേന്ത്രക്കായ ഒപ്പം കശുവണ്ടിയും ഇതുപോലെ അരിഞ്ഞ് ഒരു പാത്രത്തിൽ എടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്ത കടലപ്പരിപ്പ്, അത്യാവശ്യം മുളക് പൊടി, ലേശം ഉപ്പ്, കൂട്ടത്തിൽ വെള്ളവും ചേർക്കുക. കുറച്ച് ശർക്കര പാനി കൂടെ ആഡ് ചെയ്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വേവിക്കാൻ വെക്കണം. ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് അരച്ച തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇപ്പം മുളക് പൊടിയൊക്കെ നേരത്തെ ആഡ് ചെയ്തിരുന്നില്ല എങ്കിൽ ഈ തേങ്ങയുടെ കൂടി ഇട്ട് അരച്ച് ഇപ്പം ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പില, ജീരകം, പിന്നെ അല്പം തേങ്ങാപ്പീര കൂടി ആഡ് ചെയ്യുക. ഇതൊരു ബ്രൗൺ കളറാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങാപ്പീരയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ഡിഷിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്യുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. എന്തായാലും നേന്ത്രക്കായ കൊണ്ടുള്ള ഒരു സ്വീറ്റ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ കോമ്പിനേഷനിലെ ഫൈനൽ ഡിഷിലേക്ക് കടക്കുകയാണ്. അത് പൊട്ടറ്റോ കൊണ്ടുള്ളൊരു കറിയാണ്. അതിനെ കുക്ക ഗഷി എന്നാണ് കൊങ്കണിയിൽ പറയുന്നത്. ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ ഉണങ്ങിയ തേങ്ങ, കറിവേപ്പിലയും ഒരു സ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഇതൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ഗ്രീൻ പീസ്, അതോടൊപ്പം ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ ഉരുളക്കിഴങ്ങ്, ഇത് രണ്ടും ഒന്ന് വേവിച്ചെടുക്കുക. അതൊന്ന് വെന്ത് തുടങ്ങുമ്പോഴത്തേക്കും ഒരു കഷ്ണം കുടംപുളി കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്.
ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ആ മസാലയും തേങ്ങയൊക്കെ ചേർന്ന അരപ്പ് അതിലേക്ക് ആഡ് ചെയ്യുക. ഇതൊരു ലോ ഫ്ലെയിമിൽ ടേസ്റ്റൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ കറിയിൽ മറക്കാതെ ആഡ് ചെയ്യുക. കണ്ടോ എത്ര പെട്ടെന്നാണ് ഈ ഒരു ഡിഷ് റെഡി ആയതെന്ന്. എന്തായാലും ഞങ്ങളിത് ഈ ഡിഷസൊക്കെ സെർവ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഹിട്ടുദേ ഇറുക്കിലി കമ്പൊക്കെ മാറ്റി ആ പ്ലാവില കൊട്ടയെന്ന് പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. വേറിട്ട തരത്തിലുള്ള ഈ റെസിപ്പീസ് നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മടിക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.